സദസ്സിലേക്ക് വരുമ്പോൾ അതവ് പാലിക്കണം, സദസ്സിലിരിക്കുമ്പോൾ അതവ് പാലിക്കണം, മൗലിദിന്റെ സദസ്സിൽ പോയാൽ അതവ് പാലിക്കണം. ഒരുത്തന്റെ ശബ്ദത്തെക്കാളും മറ്റൊരുത്തന്റെ ശബ്ദത്തിന് ഒച്ച കൂടുന്നുണ്ടോ എന്നല്ല നോക്കേണ്ട പറഞ്ഞുവല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇമാം മാലിക് തങ്ങൾ ജഅഫർ ബിൻ അബീ താലിബിനോട് പറഞ്ഞപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്ത് അമീറുൽ മുഅ്മിനീനാണ്. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, എന്തോ ഒരു സംസാരം മദീനത്തെ പള്ളിയിൽ സംസാരിക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമൊന്ന് ഉയർന്നുപോയി. ആ സമയത്ത് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ശബ്ദമുയർത്തി സംസാരിക്കരുത്. അവിടുത്തെ ശിഷ്യന്മാര് ചോദിച്ചു, ഇത് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് മാത്രമല്ലേ ഉള്ളത്? ആ സമയത്ത് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞുവത്രേ, അല്ല അല്ല, റസൂലുള്ളാഹി മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്.